PM നാരായണൻ, രാജ്യാന്തര മാധ്യമ പ്രവർത്തന. PM നാരായണൻ, എങ്ങനെ കാണുന്നു ഇന്നത്തെ സിറ്റുവേഷനെ? പാകിസ്ഥാന് എന്തായിരിക്കും പാകിസ്ഥാനെ കാത്തിരിക്കുന്നതെന്നുള്ള കൃത്യമായ സൂചന ഇന്ന് പുലർച്ചെ ലഭിച്ചിട്ടുണ്ടാവും ആ 23 മിനിറ്റ് കൊണ്ട്. എന്നാലും സാമാന്യ ബുദ്ധി ഒരിക്കലും കാണിച്ചിട്ടില്ല എന്ന് അല്പം മുമ്പ് ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കാം പാകിസ്ഥാന്റെ അടുത്ത നടപടി? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗ്രാമത്തിലൊക്കെ വന്ന് അതിർത്തി കടന്നു വന്ന് ഷെല്ലിട്ടിട്ട് പോകാനുള്ള സാധ്യതയാണോ? ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഓർക്കണം. നമ്മൾ LOC കടന്നു പോയിട്ടില്ല, വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. ഇവിടുന്ന് പറന്ന് പൊങ്ങി ഇടേണ്ട സ്ഥലത്ത് ഇട്ടു. ശ്രീപത്മനാഭൻ ഓർമ്മിച്ചതുപോലെ തന്നെ ബ്രഹ്മോസ് ചെന്ന് വീണു, തീർന്നു. എന്താണ് ഇന്ന് രാജ്യാന്തര തലത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും ഇനി മുന്നോട്ട് എന്താവും എന്നുള്ളതും PM നാരായണൻ. ഇതിന്റെ ഇന്നലെ നടന്നതിനെ കുറിച്ച് വ്യക്തമായി പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഈ ചർച്ചയുടെ ഡിസ്കഷന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന്. ഞാനൊരു കഴിഞ്ഞ ഒരു 25 കൊല്ലമായിട്ട്, അതായത് 1999 മുതൽ ഈ ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ കാഠ്മണ്ഡു നിന്നുള്ള പ്ലെയിൻ ഹൈജാക്ക് ചെയ്തു, മൗലാന മസൂദിനെ അടച്ചതും, പാർലമെന്റ് അറ്റാക്കും, 2008 ബോംബെ ആക്രമണവും. ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിപ്പോകുന്ന അക്രമങ്ങളുടെ ഒരു പരമ്പര നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചർച്ചയുടെ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് എന്നതാണ് എന്റെ ഉത്തരം. അതിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ 2001 കാലങ്ങളിലൊക്കെ അപ്പൊ മുഷറഫ് ഇവിടെ വന്ന് താജില്, അതായത് ആഗ്രയിൽ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വരികയും മീറ്റിംഗ് നടത്തുകയും മീറ്റിംഗിൽ ഒന്നും ഒപ്പുവെക്കാതെ വലിയ അഹങ്കാരത്തോടെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ജൂലൈ മാസത്തിൽ, ആ സെപ്റ്റംബറിലാണ്, 2001 സെപ്റ്റംബറിലാണ് നമ്മൾ അമേരിക്കയിലെ ഇരട്ട ടവറുകളിൽ അറ്റാക്ക് നടക്കുന്നത്. അന്നാണ് പാകിസ്ഥാൻ ഒരു യൂട്ടേൺ എടുക്കുന്നത് ഭീകരവാദത്തിന്. അതുവരെ ഇന്ത്യ മാത്രമാണ് ലോകത്ത് പറഞ്ഞത്. വാജ്പേയി പറയുന്നത് എനിക്ക് നമ്മുടെ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ അന്നത്തെ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്ക് വളരെ ഭീഷണിയാണ്, ലോകത്തെ എല്ലാവർക്കും ഭീഷണിയാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അമേരിക്കയ്ക്ക് 9/11 വന്നതിന് ശേഷമാണ് ലോകം അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്നാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ യൂട്ടേൺ, നമ്മളും ഭീകരാക്രമണത്തിന്റെ ഇരകളാണ് എന്ന് പറഞ്ഞുള്ള നാടകങ്ങൾ തുടങ്ങിയത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഡൽഹിയിൽ വരുന്ന, അതായത് ഹുരിയത്ത് കോൺഫറൻസിന്റെ എല്ലാം നേതാക്കൾ ഡൽഹിയിൽ വന്നു. ഞാൻ ആദ്യം പോകുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക്. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്ററിയോ പ്രൈം മിനിസ്റ്ററിയോ കാണുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഇപ്പം അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നേയില്ല. അപ്പൊ ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ആയുധപരമായിട്ടുള്ള തലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഒരു ഇന്ത്യ കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഏകദേശം ഇന്ത്യയുടെ ആംസിന്റെ എക്സ്പോർട്ട് 30 ഇരട്ടിയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല മേഖലയിലും സെൽഫ് സഫീഷ്യന്റ് ആണ് ഇപ്പോൾ ആയുധങ്ങൾ. പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, ആയുധങ്ങൾ സ്പെയർ പാർട്സ് വാങ്ങുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ് ആ രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത്. മെയ് മാസം 9-ാം തീയതിയാണ് അവരുടെ IMF-ന്റെ ഒരു ലോണിന് വേണ്ടിയുള്ള മീറ്റിംഗ് സെറ്റ് ചെയ്തിരുന്നത്. ആ ലോണിൽ അവർക്ക് കിട്ടാൻ അവരാവശ്യപ്പെടുന്നത് $1.3 ബില്യൺ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടണം. അത് കിട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ പലരും സൂചിച്ചതുപോലെ വലിയ ഇൻഫ്ലേഷനാണ് ഇപ്പോൾ കുറച്ച് തോന്നിയിട്ടുള്ളത്. വൻതോതിലുള്ള പണപ്പെരുപ്പമുണ്ട്. 21% ഇൻട്രസ്റ്റ്. $1.3 ബില്യൺ കാത്തിരിക്കുന്ന രാജ്യം. നമ്മുടെ റിസർവ് തന്നെ $630 ബില്യൺ. അപ്പൊ ഞാൻ ഈ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നതല്ല, ഒരു രാജ്യം എന്ന നിലയ്ക്ക്, ഒരു ജനത എന്ന നിലയ്ക്ക് സ്വയം പരാജയത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അപ്പൊ ഈ ഇന്ത്യയുടെ ഇന്നത്തെ നിലപാടാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പാകിസ്ഥാനിലെ ജനതയോടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സർക്കാരിനോടോ അല്ല, ഇത് കൺവെൻഷണൽ വാറാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലാണ്. അതൊരു കുടിൽ വ്യവസായമാണ്. ഈ മുസഫറാബാദിലെ ഒരുപാട് നമ്മുടെ ബസ് സർവീസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നതാണ് ശ്രീനഗർ മുസഫറാബാദിൽ. അവിടെയെല്ലാം ഈ കുടിൽ വ്യവസായം പോലെ ഇത്തരത്തിലുള്ള മർക്കസുകൾ കേട്ട് നമ്മൾ മദ്രസ എന്ന അർത്ഥം എടുക്കാൻ പാടില്ല. കേരളത്തിൽ പറയുന്നത് മദ്രസ അർത്ഥമല്ല അത് പറയുന്നത്.
ഇത് വളരെ വ്യക്തമായ സിലബസോടുകൂടെ അവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തും അതിനെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് ഒരു രാജ്യത്തോടാണ് നമ്മളിപ്പോൾ യുദ്ധമല്ല ചെയ്യുന്നത്. ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ അത് നമ്മളെ ഡിഫൻസ് സെക്രട്ടറി ഫോറിൻ സെക്രട്ടറി പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷണൽ ആൻഡ് റെസ്പോൺസിബിൾ 4 വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് എസ്കലേറ്ററി അല്ല, ഇത് പ്രൊപ്പോർഷണലാണ്, ആനുപാതികമായി മാത്രമാണ്, വളരെ കാലിബ്രേറ്റഡ് ആണ്, അത് തീർത്ത ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒരു സെന്റൻസ് കൂടി അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസ് അവസാനിച്ചത്. ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് എന്ന് നോക്കുകയാണെങ്കിൽ, യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ അടർത്തി കളയാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യും. പണ്ടത്തെ പോലെ ഇന്ത്യ അല്ല, ഇന്ന് അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ള വ്യക്തമായുള്ള സൂചനയാണ് ഇന്ന് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി പ്രസ് കോൺഫറൻസ് പറഞ്ഞത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് അതേപോലെ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഇതുവരെ ഇന്ത്യ റിയാക്ട് ചെയ്തത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമാണ്. ഇന്നത്തെ 2 അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല, പഞ്ചാബ് എന്നത് പാകിസ്ഥാന്റെ ഹൃദയമാണ്. പഞ്ചാബിലും അതേപോലെ ലാഹോറിലും അടുത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവായി തന്നെ വേണം നമുക്ക് കാണാൻ.